മായാവി മുറ്റം അടിച്ചുകൊണ്ടിരുന്നപ്പോഴോ തുണി വിലക്കിയപ്പോഴോ തോറ്റതല്ല. സോഷ്യൽ മീഡിയയിലെ പ്രതികരണത്തിനെതിരെ രൂക്ഷമായി തോറ്റ മായാവി. അതന്നെ, ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയും കാണും. ആ കുട്ടിയുടെ പേരങ്ങനെയായിപ്പോയി, മായ വി എന്നായിപ്പോയി. അത് ആദ്യം മത്സരിച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരത് ട്രോളി ഒരു ഇതായി. സോഷ്യൽ മീഡിയ വന്നാൽ എന്തെങ്കിലും കിട്ടിയാൽ മതിയല്ലോ, അങ്ങ് വാരി വലിച്ചങ്ങ് ട്രോളാൻ തുടങ്ങാൻ. ആ ട്രോള് കിട്ടി ഇപ്പം തോറ്റുപോയി. ഇപ്പം തോറ്റ മായാവി എന്ന് പറഞ്ഞിട്ട് മായാവി തോറ്റുപോയി, മായാവി കുപ്പിയിലായി എന്നും പറഞ്ഞ് കുറേ ട്രോളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ പുള്ളിക്കാരത്തിയെ വീഡിയോ ഇട്ടിരുന്നു. എനിക്ക് കരഞ്ഞുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാരത്തി വീഡിയോ ഇട്ടത്. ഒരാൾ മത്സരമാകുമ്പോൾ ജയവും തോൽവിയും ഉണ്ടാവും. പലരും തോറ്റിട്ടുണ്ട്. ഈ തോറ്റ കുട്ടിയായാലും ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. മറ്റ് സ്ഥാനാർത്ഥികളായാലും ആരായാലും. ഈ നമ്മുടെ എബ്രഹാം ലിങ്കൺ ഒരുപാട് തവണ എങ്ങാണ്ട് തോറ്റിട്ടതിന് ശേഷമാണ് അദ്ദേഹം പ്രസിഡൻ്റ് ആയത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഇനിയൊരു അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് മായാവി എന്നുള്ള കുട്ടിയോടെ തീർച്ചയായിട്ടും ഇനിയും അവസരങ്ങളുണ്ടാവും. നല്ല ചെറുപ്പക്കാരിയല്ലേ, ഇനി അവസരങ്ങളുണ്ട്, ധാരാളം അവസരങ്ങളുണ്ട്. പയ്യെ കയറിയാലും മതി. എപ്പോഴും ഒരാൾക്ക് തന്നെ തോൽവി എന്നല്ല, ഒരാൾക്ക് തന്നെ ജയമൊന്നുമില്ല. ഒരുപാട് പേര് ജയിച്ച ആൾക്കാരും ഉണ്ടാവും, അതുപോലെ തന്നെ പൊട്ടിയ ആൾക്കാരും ഉണ്ട്. ഒരു മത്സരമാകുമ്പോൾ ജയവും തോൽവിയും പതിവാണ്. അതിന് ഇങ്ങനെ ഇട്ട് കളിയാക്കേണ്ട ആവശ്യവുമില്ല. അത് കേട്ടിട്ട് സാഡാവേണ്ട യാതൊരു ആവശ്യവുമില്ല.